ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്ന പടമല്ലേ? മാർക്കോ എന്ന് പറയുന്ന പടം ഇന്ന് ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്ന പടമല്ലേ? നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. മാർക്കോ കീർക്കോ ഒന്നല്ലല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിന്റെ രീതിയിൽ അത് വിജയിച്ചു. നിന്റെ ആസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ് തേച്ചാ മതി. എന്റെ അടുത്ത് പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത്? ഇതെല്ലാം തരികടയാണെന്ന്. അപ്പൊ ആ പടത്തിനെ കുറിച്ചല്ല ഞാനെന്താ പറഞ്ഞെന്നും പറഞ്ഞ് ഉണ്ടാക്കിയേ. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. ആ കൊച്ചൊക്കെ നമ്മളെ ഏറ്റവും വലിയ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ കമ്പനിയുള്ള കൊച്ചാട്ടോ. കോൺക്രീറ്റ് ഇട്ടല്ലടാ ഉണ്ണി മൂന്നിനൊക്കെ ഒക്കെ എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടിയിട്ട് ആക്കി എടുത്ത് ചുമ്മാ എന്താണെന്നറിയാമോ, നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. അയ്യേ, ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവരുടെയൊക്കെ മുമ്പ് വെച്ച് വേണ്ട പങ്കു. ഇപ്പൊ നിങ്ങൾ എത്ര പേരിങ്ങനെ നിൽക്കുന്നുണ്ട്? ആ നിൽക്കുന്നതിനകത്ത് നിങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നില്ല മോനെ. അതിനൊന്നുമില്ലേ? നിങ്ങളും ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നത് ജീവിക്കാനാ. അപ്പൊ ഒരാളെ ഇങ്ങനെ ക്രൂശിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ഉണ്ടാക്കരുത്. ഓ, നിങ്ങളോട് വിളിപ്പൊടുവിനുണ്ട് കൃഷ്ണൻ, ഞാൻ തീറ്റ അങ്ങനെ ഇപ്പൊ വേണ്ട. നമ്മള് അത് മനഃപൂർവ്വം പറയുന്ന ഒരു ഡയലോഗ് ആണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറണം, അവനെ കൊല വിളിക്കണം ഞാൻ പറയണം. അങ്ങനെ പറയുന്നവരെ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഒരു നിസാര കേസൊക്കെ പറഞ്ഞ് ആക്കെ കൊള്ളിയാത്ത ആ പോട്ടെ ആക്കിയാൽ ആ കൊച്ചിനോട് ഞാൻ ക്ഷമിച്ചു, ആ കൊച്ചെന്നോട് ക്ഷമിച്ചു കാണും ചിലപ്പം. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഫാൻസി ഡ്രസ് ഏത് ഇരുട്ടത്തൊളിച്ചാലും ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. കണക്ക് തീർക്കുകയും ചെയ്യും. താങ്ക്സ് മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.